ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കല്ലേപ്പരുത്തിയാണ്. കല്ലേപ്പരുത്തിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് പൊടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ കല്ലേപ്പരുത്തി എവിടെ നിന്ന് ഒറിജിനേറ്റ് ആയ ഡിഷാണെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ ഞാൻ പഠിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അടുത്തു നിന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ഡിഷ് കൂടിയാണിത്. അപ്പോൾ അച്ഛനെ കൂട്ടിയില്ല എന്ന് പറഞ്ഞാൽ അച്ഛന് പരിധിയായി. അച്ഛൻ ഓടി പോരെ എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത് എന്തൊക്കെയാണ്. സോറി ഗൈസ്, ഞാൻ ലേറ്റ് ആയി. അപ്പോ ഇന്ന് നമ്മുടെ ഡിഷ് കല്ലേപ്പരുത്തി. അച്ഛൻ്റെയും എന്റെയും അമ്മയുടെയും ഫേവറേറ്റ് ഡിഷാണ്. അതുകൊണ്ട് അമ്മ ഇതെന്തായിരുന്നു? ഗോതമ്പ് പൊടി. പിന്നെ ഇതിന് ആക്ച്വലി അമ്മ പറഞ്ഞത് എടുക്കേണ്ടത് ചെറിയുള്ളിയാണെന്നാണ്. എൻ്റെ അടുത്ത് ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയുള്ളിയുടെയും സവാളയുടെയും മിക്സാണ് എടുത്തേക്കണത്. അതൊരു 1/2 കപ്പ്. പിന്നെ ഇത്തിരി കറിവേപ്പില, പിന്നെ പഴം, പിന്നെ നല്ലവണ്ണം പഴുത്ത നേന്ത്രപ്പഴം, പഞ്ചസാരയല്ല റവ. അമ്മ പറഞ്ഞിട്ടില്ല. ഞാൻ എന്തിനാ റവ എടുത്താന്ന് വെച്ചാൽ അത് ഇത്തിരി കൂടി ക്രിസ്പായി കിട്ടുമല്ലോ അപ്പൊ നമുക്ക് ദോശ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. ഇല്ലാണ്ട് ഇത് ഉണ്ടാക്കാം, ഇല്ലാണ്ടാണ് ആക്ച്വലി ഉണ്ടാക്കാം. അടുത്തത് വേണ്ടത് തേങ്ങ വേണം അച്ചു. പിന്നെ തേങ്ങയുടെ കൂടെ നമ്മൾ അരക്കേണ്ടത് ജീരകം, 1 ടേബിൾ സ്പൂൺ അല്ല 1 ടീസ്പൂൺ ജീരകം ഇട്ടാൽ മതി. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമുള്ള വറ്റൽമുളക് അല്ലെങ്കിൽ കൊല്ലമുളക്, അങ്ങനെ എന്താ പറയണെന്ന് വെച്ചാൽ അത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്തിരി മുളക് പൊടി ഇട്ടാൽ മതി ഇതിൽ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ അരയ്ക്കാൻ പോണത്. പിന്നെ വേണ്ടത് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര. ശർക്കര വേണോ അച്ഛന്? ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര. അത് കുറച്ച്, അത് നമ്മുടെ എരിവിന് കോമ്പൻസേറ്റ് ചെയ്യേണ്ട മധുരം, അതിന് വേണ്ടിയിട്ട്. അതിൻ്റെ കണക്ക് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഇട്ടാൽ മതി. പിന്നെ കായം, 1 പിഞ്ച് ഓഫ് കായം, പിന്നെ വെള്ളം. അപ്പം ഞാനിത് അരച്ചിട്ട് ആദ്യം കാണിച്ചു തരാം. ഇത് അരച്ച് കഴിഞ്ഞിട്ട് കൂടെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇത് ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ടിട്ട് പിന്നെ നേന്ത്രപ്പഴവും ശർക്കരയും കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയിൽ തന്നെ. അപ്പോൾ ഒന്നും കൂടി നല്ലോണം കുഴയ്ക്കാനും ആ ഒരു കൺസിസ്റ്റൻസി എളുപ്പമാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് അരച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് ജസ്റ്റ് ചതച്ചു. തേങ്ങയും മുളകും ജീരകവും കൂടി ചതച്ചിട്ടുണ്ട്. പിന്നെ പഴവും ശർക്കരയാണ് ഞാൻ എടുത്തേക്കണേ. ശർക്കരയും കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. ഗോതമ്പ് പൊടി, പിന്നെ ഞാൻ റവ ഇടുകയാണ്. പിന്നെ നമ്മൾ എടുത്തു വെച്ച ചെറിയുള്ളിയും സവാളയും കൂടി മിക്സ്. നിങ്ങൾക്ക് ചെറിയുള്ളി മാത്രം ഉണ്ടെങ്കിൽ അത് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കറിവേപ്പില, പിന്നെ വേണ്ടത് ഉപ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പക്ഷെ ഉപ്പ് വേണമെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ എന്തൊരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ ഉപ്പില്ലാതെ പറ്റില്ലല്ലോ. അപ്പൊ ഉപ്പ് വേണം. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. പിന്നെ വേണ്ടത് കായം, കുറച്ച്, പിന്നെ വെള്ളം. ഇനി ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിക്കാം. ആവശ്യത്തിന് വെള്ളം, അതായത് ഒരു ഊത്തപ്പം പരുവത്തിലാണ് ഇത് ഉണ്ടാക്കുക. നമ്മൾ കല്ലേ പരത്തി എന്ന് പറഞ്ഞാൽ കല്ലിലിട്ട് പരത്തി ഉണ്ടാക്കുക എന്നാണ് അതിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ ആ ഒരു ഇത്തിരി തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കണം. ഞാനിത് മിക്സ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് കിട്ടാൻ. ഇത്തിരി കട്ടയായിട്ട് കണ്ടില്ലേ, എന്നാലേ നമുക്ക് കല്ലിൽ പരത്തി എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ദോശമാവിൻ്റെ പോലെ കട്ടിയാവും. ദോശമാവല്ല, ഇത് അടദോശ അല്ലെങ്കിൽ ഊത്തപ്പം. ആ ഒരു ഊത്തപ്പം അല്ല, അടദോശയുടെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇത് ഇനി മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ മധുരം ഇല്ലാതെ ഉണ്ടാക്കാം. സെയിം സാധനങ്ങൾ വെച്ചിട്ട് ഉള്ളി കുറച്ച് കൂടുതലിടുക, പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, കറിവേപ്പില കുറച്ച് കൂടുതലിടുക, ശർക്കരയും നേന്ത്രപ്പഴവും മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും, മധുരം വേണ്ട, എരിവ് മാത്രം. അപ്പോൾ നമ്മൾ ആ ഒരു ബാക്കി ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇതിൻ്റെ എരിവുള്ള വേർഷൻ, എരിവല്ല കുറച്ചൊരു സോൾട്ടി വേർഷൻ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഒരു ദിവസം ഇടേണ്ടതാണ്. ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ മാവ് ഇനി നമ്മൾ നമ്മുടെ ദോശക്കല്ലിലേക്ക് പരത്താൻ പോണം. പരത്തല്ല, ചപ്പാത്തിയെ പരത്തുക, ദോശക്കല്ലിൽ ഒഴിക്കുക. അതന്നെ. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ?
അപ്പം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഒഴിക്കാൻ. ദോശക്കല്ല് ചൂടാവണം. ഇത് എൻ്റെ ഇരുമ്പിൻ്റെ പാനാണ്. നിങ്ങൾക്ക് നോർമൽ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഇതുപോലെ കുറച്ച് ഞാനിങ്ങനെ ഇട്ടിട്ട് ഞാൻ സാധാരണ ചെയ്യണം. നിങ്ങൾക്ക് ഇതുകൊണ്ട് തന്നെ പരത്താം, പക്ഷെ അത് അത്രയും ഈ അയണിൻ്റെ പാൻ ആയതുകൊണ്ട് അത്രയും ഇട്ട്. അതാണ് കല്ലേപ്പരത്തി. ശരിക്കും കല്ലേപ്പരത്തി എന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ പരത്തിയെടുക്കണം കൈ കൊണ്ട്. ഈ ഒരു ഇതിൽ ഇങ്ങനെ പരത്തി. ഇത്തിരി കട്ടി ഉണ്ടാവും. അപ്പൊ എന്താ കയ്യെ പരത്തി എന്നിടത്തൊക്കെ നമ്മളെന്തായാലും കൈ കൊണ്ടല്ലേ പരത്തുന്നത്, അതുകൊണ്ട് കയ്യെ പരത്തിന്നിട്ട് എന്താ? നല്ല പ്രശ്നമാണ് അച്ചു. ഇനി നമുക്ക് ഇതിന്റെ ഡിഷിന്റെ പേര് മാറ്റി കയ്യെ പരത്തി നോക്കാം. ഇത് ഒരുവിധം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. കട്ടി കുറച്ച് ചെറിയൊരു കട്ടി ഉണ്ടാവും. ഇനി ഇതിലേക്ക് എന്ത് ഒഴിക്കണം എന്ന് വെച്ചാൽ നെയ്യ്. നെയ്യ് ഒഴിച്ച് ആവശ്യത്തിന് നിങ്ങൾക്ക് കുറച്ച് ഒഴിച്ചാൽ മതിയെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. പക്ഷെ ഈ ദോശയ്ക്ക് ടേസ്റ്റ് വരണമെങ്കിൽ ആക്ച്വലി നല്ല ഇത്തിരി അത്യാവശ്യം നെയ്യ് ഒഴിച്ച് ഉണ്ടാക്കണം. ഓക്കെ, അങ്ങനെ നെയ്യ് ഒഴിച്ചു. ഇനി അത് ജസ്റ്റ് ഒന്ന് ഒത്തിരി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഉണ്ടാക്കണം. ബിക്കോസ് ഈ പഴവും എല്ലാം ഒന്ന് ജസ്റ്റ് ആയി കിട്ടണ്ടേ. അപ്പോൾ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കണത്. അതായിക്കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിടാം. മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. പിന്നെയും ഇത്തിരി നെയ്യ് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ സെർവ് ചെയ്യാന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദോശയുടെ കൂടെ സെർവ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എരിവാണ് ആവശ്യമെങ്കിൽ ചട്നി എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ അമ്മ എടുക്കാറ് മോസ്റ്റ്ലി പഞ്ചസാരയാണ് സൈഡിലായിട്ട് എടുക്കാറ്. ബിക്കോസ് ഇതിന് ഇത്തിരി എരിവും മധുരവും കൂടി ഉള്ളതല്ലേ. ഇത് തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇത്തിരി പഞ്ചസാര മുക്കിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. ഞാൻ ദോശ മറിച്ചിട്ടു. അപ്പൊ ഇങ്ങനെ വേണം കിട്ടാൻ, അതായത് കുറച്ചൊന്ന് ക്രിസ്പായിട്ട്. ഇനി ഞാൻ അതിന്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇനി ബാക്ക് വശം കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം. ഇത്രേ ഉള്ളൂ ദോശ ഉണ്ടാക്കണ പ്രോസസ്സ്. വളരെ എളുപ്പമാണ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് രാവിലെ കുട്ടികൾക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കണമെങ്കിൽ ഇത് ഹെൽത്തിയും ആണല്ലോ. ബിക്കോസ് ഇത് നേന്ത്രപ്പഴമൊക്കെയാണ്. അപ്പൊ കുറച്ചും കൂടി ഹെൽത്തിയർ വേർഷനാണ്. ഗോതമ്പ് പൊടിയാണ്. പിന്നെ രാത്രിയാണെങ്കിലും ഈവനിങ്സ് കുറച്ച് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ രാത്രി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 7 മണിയൊക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ വയറും ഫുള്ളായിട്ടിരിക്കും. പിന്നെ വേറെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങളിത് ട്രൈ ചെയ്യണം. അപ്പൊ നമ്മുടെ ദോശ റെഡി ആവുന്ന സമയത്ത് ഇവിടെ സിസിലിങ്ങൾക്ക് കേൾക്കാം. അപ്പൊ നമ്മുടെ ദോശ റെഡി ആവുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്കൊരു കുഞ്ഞ് റിഫ്രഷ്മെന്റ് തരാൻ പോവാണ്. ഇതെന്താ ചേച്ചൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ്സ് ആണ്. ഇവിടെ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും, പക്ഷെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പൊ ഞാൻ പാടാം. മുത്തുമണി തൂവൽ തരാം, അല്ലിത്തരിയാട തരാം. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. പാടുക, മുഴുവൻ പാടൂ. മുത്തുമണി തൂവൽ തരാം, അല്ലിത്തരിയാട തരാം. മറുപൂവിതരൻ മധുരം പകരാം. ചെറുപൂങ്കാറ്റായി മെല്ലെ താരാട്ടാ. എൻ കനവിലുരുമ്പും കണ്ണീർ കുരുവികളെ. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്നും സന്തോഷമുള്ളൂ. മുഖസ്തുതി എനിക്ക് ഇഷ്ടമല്ല. ദേഖോ, മിസ്റ്റർ പണിക്കരെ ഞാൻ ബോംബെയിലെ അധോലോകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ ഒരു ദാതയാകാം. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? അപ്പൊ നമ്മുടെ കല്ലേ പരത്തി ഇപ്പൊ റെഡിയായി. ഇത് നല്ല കല്ലേ പരത്തിയാണ്. ബിക്കോസ് ഇറ്റ്സ് തിക്ക് ഇനഫ്. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ തിക്ക്. പിന്നെ ബൈ ദ വേ എനിക്കും അച്ഛനും കല്ലേ പരത്തിയുടെ കൂടെ പഞ്ചസാരയാണ് ഇഷ്ടം. നല്ല സ്വീറ്റും ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. വളരെ ടേസ്റ്റി ആയിട്ട്. ബൈ. യമ്മി ആട്ടോ. Try it. Bye.